मलयालम बोलो। देखेगा बंदर, बंदर की बच्ची कोरंगती। कोरंगती क्या बोलते हो? ശരിയാ പറഞ്ഞു. നീ എന്ത് മനസ്സിലാക്കി? എന്റെ മാതാവേ എനിക്ക് വയ്യായേ, എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. എടത്തി പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞേ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളെന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനാ കുഞ്ഞേ? മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമുളക് ഇട്ട് 2 പെഗടിച്ച പനിയൊക്കെ അങ്ങ് മാറും. ആ ഫസ്റ്റ് മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ടെ, കൊണ്ടുതരാം. വേഗം കൊണ്ടുവരണേ. ഇവിടെ ഇവിടെ ഇരിക്കുന്നു. എന്നതാ എന്നതാ കുപ്പി ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു? കത്തിരണ്ട് ചേട്ടത്തേക്ക് പനിയാ. 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? റോയിച്ചാ, എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിനി 2 പെഗ് എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? അയ്യേ, എന്താ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറിയിരിക്കാ? എന്നതാ കയ്യില്? കുറച്ച് പായസം. അയ്യോ, പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ ട്യൂഷനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം, പപ്പടം, പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലോ ഇവക്കറിയാവോ? ദേ കണ്ടില്ലേ പച്ച അരച്ചിട്ട് മൊരിക്കുന്നത്. ഓണം വരട്ടെ. ശ്രീദേവി, ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്ന കേട്ടോ. ഏയ്, ഞാനുള്ളത് പറഞ്ഞ ഞാൻ വരട്ടെ. കണ്ടോടി, എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെയാ. ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? അതെവിടെ വയ്ക്ക്. ആ തേങ്ങ ഒന്ന് ചെരുവേ. തേങ്ങ തിരിങ്ങാനോ? അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക്. തേങ്ങ തിരിങ്ങാം. അതായിരിക്കും. എവിടെ തേങ്ങ? ആഹാ, ഇതെന്നാ ഉറക്ക? റോയിച്ച, 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 മണി എത്രയെന്നറിയോ? എന്നാ കാപ്പി. എന്നാ നോട്ടോ ഇത്? റോയിച്ച, വേണ്ട വേണ്ട റോയിച്ച, വേണ്ട റോയിച്ച, വേണ്ട, വേണ്ട. ചേട്ടത്തി, 1 കപ്പ് കാപ്പി കൂടി. ആർക്കാ? റോയിച്ചനാ. കാപ്പിയല്ലേ ഇപ്പൊ കൊണ്ടുപോയത്? കാപ്പി മറിഞ്ഞുപോയി. മറിയും മറിയും. ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വരട്ടെ. എന്തു പറ്റി കുഞ്ഞേ? കാപ്പി പിന്നെയും മറിഞ്ഞു വീണു. ആഹാ, ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങത്താ, ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എങ്ങനെയുണ്ട് ഒരു മറച്ചില്? ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പാടി മീനൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം. വേണ്ട വേണ്ട, ഇത് വേണോ?
ഞാൻ കൊഞ്ചുണ്ടോന്ന് നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, അതൊന്നും എടുത്ത. ഒന്നാണ് ചേച്ചി, 1ാം ക്ലാസ് മീനാ. പിടയ്ക്കുന്ന മീനാ, ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. 1ാം ക്ലാസ് മീൻ പോയിക്കട്ടെ. ചേച്ചി ഈ മീൻ വില കുറച്ച് തരാം. ഇവിടെ 1ാം ക്ലാസ് മീനാ. ഇത് നോക്കൂ. മീനെന്താ വില? അതിന് 15 രൂപ. പെമ്പിളിരിക്കുന്ന കണ്ണ് കണ്ടൂടെ? മാർക്കറ്റ് ആവുമ്പോ തട്ടേത് മുട്ടേന്നൊക്കെ ഇരിക്കും. വേണ്ട വേണ്ട. ഈ മീൻ എന്താണോ വില? അതിന് 25 രൂപ. അതിന് 5 രൂപ. വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. ആലവലാതി. ഓ, എന്തൊരു മുട്ടാവും മുട്ടിയത്. കൊഞ്ചില്ല. അതെ, ഞങ്ങളടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. ഓഹോ, നിങ്ങൾ മേടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എടോ, മീൻ കറക്റ്റ് വില പറഞ്ഞ കിട്ടാ. കുറയ്ക്കാൻ പറ്റത്തില്ല, പറഞ്ഞ വില. സ്ത്രീകളെ ഞോണ്ടുകയും പിച്ചയൊക്കെ ചെയ്യുന്ന പഴയ നമ്പരാണ്. പുതിയ വല്ലതും ഉണ്ടാക്കി പറഞ്ഞാ എനിക്കും കൂടെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. പീസ് വേണം അല്ലേ? വഴക്കുണ്ടാകണ്ട. ഏയ്, വഴക്കൊന്നുമില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. മുഴുവൻ മീന്റെ നാറ്റം. എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചേച്ച് ഇറങ്ങിയേ ഉള്ളൂ. നീ തേക്ക്, കുറച്ച് നാളുകൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങി നിന്ന. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമ ഇടിച്ച് ചമ്മന്തിയാക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലൻകുൽക്കര കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന് അബദ്ധമായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി, എണീക്ക് എണീക്ക് എണീക്കാൻ. നാറ്റുണ്ടോ? നീ നാറ്റുണ്ടോ? ഇല്ലെന്നേ. ഒന്ന് നോക്കിയേ.
ഉണ്ട്, 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 ഉണ്ട്. അയ്യോ നല്ല വലം തേരിച്ചേ, നല്ല വലം തേര്. അയ്യോ ആ ഡയറി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോന്ന് ചോദിച്ച്. കേസുകളോ? ആ, പെൺകുട്ടികളെ. ആ, നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സും ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോന്ന്. ചോദിച്ചാ നീ പറഞ്ഞാ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ. ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് ആ, താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് തൊട്ടുണ്ട് അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ. നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ. രാജ്മോഹൻ, ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക, ലണ്ടൻ എന്നൊക്കെ കേട്ടാ നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. ആന്നാന്ന്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ച് വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ? ബ്രോക്കർ ഒന്ന് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല, അല്ലേ? അതെ. അയ്യോ. ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട. അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏതാണ് പഠിച്ചോന്റെ ബാക്കി? കരച്ചില്ലല്ലോ. ഇതെന്താ? ഒരുത്തൻ മാറുമ്പോ വേറൊരുത്തൻ. ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ആ ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്?